ഞാനിന്ന് മീനില്ലാത്ത മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് 3 പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകാണ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, തക്കാളി 1, പിന്നെ ഒരു 6-7 വെണ്ടക്ക. ഇതെല്ലാം കൂടി മുറിച്ചിട്ടിട്ട് വെക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ചട്ടി ചൂടാകുമ്പം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരട്ടെ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു നുള്ള്, വളരെ കുറച്ച് മതി, ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ നല്ലോണം ചൂടാവട്ടെ. ഇനി ഈ ചൂടായ ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഇഞ്ചി, നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് വഴറ്റിയാൽ മതി. അധികം ബ്രൗൺ കളറായിട്ട് മാറുമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനേ, ഇല്ലേ മസാലയെല്ലാം കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക എല്ലാം ഇട്ട് കൊടുത്ത് അതും ഒന്ന് കുറച്ച് സമയം നല്ലോണം വഴറ്റി കൊടുക്കുക. ഇതിങ്ങനെ വഴറ്റി കൊടുക്കുമ്പം ഈ വെണ്ടയ്ക്കയിലെല്ലാം ഉണ്ടാകുന്ന ഒരു പശവശപ്പ് ഉണ്ടാവില്ല, അതങ്ങനെ ഉണ്ടാവില്ല. വെണ്ടയ്ക്ക അങ്ങനെ അധികം അടിഞ്ഞു പോവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇതുപോലെ കുറച്ച് സമയം വഴറ്റി കൊടുക്കുക. ഒരുപാട് വെന്ത് ഉടയൊന്നും വേണ്ട, ഒന്നിങ്ങനെ ചൂടായാൽ മാത്രം മതി. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നതല്ലേ, അപ്പോൾ അങ്ങനെ ഇതാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അത് ഈ പച്ചക്കറിയെല്ലാം കുറച്ചൊന്ന് മുങ്ങുന്ന വിധത്തിൽ, വെണ്ടയ്ക്കെല്ലാം വേഗം വെന്ത് കിട്ടുമല്ലോ, ഒന്ന് ഒഴിച്ച് വെക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ഒരൊറ്റൊരു അല്ലി ഇതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, കുടംപുളി. സാധാരണ പുളി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതിപ്പം കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടുന്നത് ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കണം. ഇതിൽ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഇടാനുണ്ട്. കുറച്ച് പൊടികൾ ഇടണം. മുളക് പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്. ഇനി മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി, 1/4 ടീസ്പൂണിൽ കുറച്ചിട്ടാൽ മതി. നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ ഇട്ടതല്ലേ. ഒരു 1/4 ടീസ്പൂണിന് കുറവ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. നമ്മൾ സാധാരണ മീനിനെല്ലാം അരക്കുന്ന പോലെ അരച്ചെടുക്കണം. ഒരു നുള്ള് ജീരകവും കൂടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതിലേക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കൈ നിറയെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ കുറച്ച് നല്ലോണം തിളക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. നല്ലോണം തിളക്കണം. നല്ലോണം തിളച്ച് വരട്ട്. കഷ്ണങ്ങളൊന്നും അങ്ങനെ ഉടഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല. ഈ സമയത്ത് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിളച്ച് കുറച്ചൊരു 2 മിനിറ്റും കൂടെ വെക്കണേ, എന്നാലേ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നാലേ കുറച്ച് നല്ല എല്ലാം പാകത്തിനാവുള്ളൂ. ഇനി നമുക്കിതിന് വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ച ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിന് ഞാൻ ഉള്ളിയാണ് വറുത്തിടാൻ എടുക്കുന്നത്. ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി ഇപ്പം നല്ലോണം ഇതായി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചട്ടിയിലേക്ക്
ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയായ വെണ്ടക്ക കറിയാണ്. മീനില്ലാത്ത മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.